വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. മതി, വളരെ നന്ദി. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ വാക്യങ്ങൾക്കായി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കിയിരിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഐഹിക ജീവകാലത്തിൻ്റെ പരിസമാപ്തിയിൽ വിരിച്ചൊരുക്കിയൊരു മുറിക്കകത്ത് അന്ത്യത്താഴത്തിന് പെസഹയാചരണത്തിന് ശിഷ്യന്മാരുമായി ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-14. അവിടെ നിന്ന് എഴുന്നേറ്റ് ഗെത്സമന തോട്ടത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ ആ ഇടവഴികൾ പറഞ്ഞ കാര്യങ്ങൾ 15-16, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന 17-ാം അധ്യായം. ആ സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിലെ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13-ാം അധ്യായത്തിൽ യേശു കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു, തൻ്റെ മഹത്വത്തിൻ്റെ മേൽവസ്ത്രം ഊരിമാറ്റി അരിയിലൊരു തുവർത്തെടുത്ത് ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. 14-ാം അധ്യായത്തിൽ അതിപ്രധാനമായ 3 വാഗ്ദത്തങ്ങൾ അവർക്ക് കൈമാറുന്നു. ഒന്നാമത്തെ വാഗ്ദത്തം നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. 14-1 മുതൽ 3 വരെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടുന്നതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഒന്നാമത്തെ വാഗ്ദത്തം നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ്. രണ്ടാമത്തെ വാഗ്ദത്തം അതിൻ്റെ 16-17 വാക്യങ്ങളിലാണ്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. രണ്ടാമത്തെ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തമാണ്. മൂന്നാമത്തെ വാഗ്ദത്തമാണ് നാം വായിച്ച വേദഭാഗത്തുള്ളത്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. സുഗമമായി ആ വാക്യം നമുക്ക് പിടികിട്ടപ്പെടേണ്ടുന്നതിന് രണ്ടായി ഞാൻ അതിനെ തരം തിരിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതാദ്യം ഒന്ന് വ്യക്തമാക്കിയിട്ട് രണ്ടാം ഭാഗത്തേക്ക് വരാം. യേശു കർത്താവ് ഈ കൂട്ടായ്മ കഴിഞ്ഞ് നേരെ കടന്നു പോകുന്നത് ഗെത്സമന തോട്ടത്തിലേക്കാണ്. അവിടെ വെച്ച് തൻ്റെ മഹത്തായ ദൗത്യ നിർവഹണമായ ക്രൂശീകരണത്തിലേക്ക് നടന്നെടുക്കാൻ പോകുകയാണ്. അപ്പൊ കഴിഞ്ഞ 3.5 വർഷമായി നിഴല് പോലെ സന്തത സഹചാരികളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന വാത്സല്യ ശിഷ്യന്മാരെ വിട്ട് മരണത്താൽ അല്പസമയത്തേക്ക് മാറ്റപ്പെടാൻ പോകുന്നു എന്ന് യേശുവിനറിയാം. പക്ഷെ ശിഷ്യന്മാർക്കത് അറിഞ്ഞുകൂടാ. ഇതൊരു വിടവാങ്ങൽ കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. യേശു കർത്താവ് അവരോട് പറയുകയാണ്, ഞാൻ പോകുകയാണ്. പക്ഷെ ഞാൻ പോകുമ്പോൾ പകരം വയ്ക്കാനില്ലാത്ത ഒരതുല്യ സമ്മാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്. ഏതാണ് നിങ്ങൾക്ക് തന്നേച്ചു പോകുന്ന സമ്മാനം? അത് മറ്റൊന്നുമല്ല, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. രണ്ടാമത്തേത്, ഏതു സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത്? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. കരവും ശബ്ദവും ഉയർത്തി ഒരു നല്ല ആമേൻ പറയാം. എൻ്റെ
എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? വ്യക്തമാക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് 100% പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ നമ്മേക്കാൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വ്യക്തിത്വ വിശേഷമാണ് നമ്മുടെ രക്ഷയുടെ നായകൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4:15 വായിക്കുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. ഞാൻ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ദൈവത്തിന് സ്തോത്രം പറയും. ഒരിക്കൽ ഞാൻ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, ദൈവമേ, ഈ ദീർഘദൂര യാത്രകളും ഒത്തിരി ശാരീരിക ക്ഷീണങ്ങൾ, പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ താമസിക്കുന്ന എനിക്കുണ്ടാവും. ഒറ്റയ്ക്കൊരു ദിവസം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ ക്ഷീണം എന്താന്ന്, മനുഷ്യത്വത്തിൻ്റെ ക്ഷീണം എന്താണെന്ന് കർത്താവിന് അറിയാമോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ദിവസം പരിശുദ്ധാത്മാവ് ഒരു വാക്യം എൻ്റെ അകത്തേക്ക് തന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായമാണ്. യേശു കർത്താവ് യെരൂശലേമിലേക്ക് പോവുകയാണ്, യഹൂദിയിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് ശമര്യ പട്ടണത്തിലൂടെ കടന്നു പോവുകയാണ്, സുഖാർ എന്ന ഗ്രാമം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, വഴി നടന്ന് ക്ഷീണിച്ചിട്ട് കർത്താവ് ആ കിണറിൻ്റെ കരയിൽ വിശ്രമിപ്പാൻ അല്പസമയം വേർതിരിക്കുമ്പോഴാണ് ശമര്യ സ്ത്രീയെ കാണുന്നതും അവളുടെ ജീവിത രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതും അത് ശമര്യ പട്ടണത്തിനൊരു വലിയ ഉണർവായി മാറുന്നതും. അന്ന് ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ശാരീരിക ക്ഷീണങ്ങൾ പോലും എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും മനുഷ്യാത്മാക്കളുടെ രക്ഷയ്ക്കും കാരണീയമാക്കി മാറ്റാൻ എന്നെ കൊണ്ട് കഴിയും. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാം, നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒരു രോഗമോ ഒരു ക്ഷീണമോ പോലും സംഭവിക്കുന്നില്ല. അതൊക്കെ ദൈവം അറിഞ്ഞും അനുവദിച്ചുമാണെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി സങ്കടം മറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപയും മനസ്സുമുള്ള എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ കരം ഞാനൊന്ന് കാണാൻ ദൈവത്തിന് നന്ദി പറയാം. എല്ലാറ്റിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പോ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മേക്കാൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ വ്യക്തിത്വ വിശേഷമാണ് നമ്മുടെ രക്ഷയുടെ നായകൻ. യേശു കർത്താവിൻ്റെ പ്രതിസന്ധിയും നമ്മുടെ പ്രതിസന്ധിയും രണ്ടും രണ്ടാണ്. വ്യക്തമാക്കാം. ഞാനും നിങ്ങളും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് ആ പ്രതിസന്ധിയിലൂടെ പോകാൻ നമുക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ല, അമ്പമ്പോ അത് പരിഹരിക്കാൻ നമ്മെ കൊണ്ട് ത്രാണിയില്ലാത്തത് കൊണ്ടാണ്. സത്യമല്ലേ ഞാനീ പറയുന്നത്? നിങ്ങൾ ഒരു പ്രതിസന്ധിയിലൂടെ, ഞാനൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് പ്രാപ്തിയില്ലാത്തത് കൊണ്ടാണ്. അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ ഞാനും നിങ്ങളും പോകുമായിരുന്നില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ പ്രതിസന്ധി അങ്ങനല്ല. തൻ്റെ മനുഷ്യത്വത്തിലെ ഏതൊരു പ്രതിസന്ധിയെയും തൻ്റെ ദൈവത്വം കൊണ്ട് യേശുവിന് പരിഹരിക്കാമായിരുന്നു. കാരണം കർത്താവ് പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല, പൂർണ്ണ ദൈവവുമായിരുന്നു. തിരുവചനത്തിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങൾക്കത് വ്യക്തമാക്കി തരാം. ഗെത്സമന തോട്ടം, പിന്നീട് ഞാൻ അവിടേക്ക് ഒന്നുകൂടെ വരും. ഗെത്സമന തോട്ടത്തിൽ ശത്രുക്കൾ യേശുവിനെ പിടിക്കാൻ വരുമ്പോൾ പത്രോസ് വാളെടുത്തു വെട്ടാൻ ചാടുകയാണ്. എൻ്റെ പൊന്നു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, വാൾ ഉറയിലിട്, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. നിന്റെ വിചാരം എന്താ കുഞ്ഞേ? എനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്റെ വാളിൻ്റെ വായ്ത്തലയുടെ പ്രയോഗം വേണമെന്നോ? എനിക്ക് നിന്റെ വാളും നീയും ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേണ്ട. ഞാനിപ്പം മുകളിലേക്ക് നോക്കിയാലുണ്ടല്ലോ 12 ലഗ്യോണിലധികം ദൂതന്മാർ ഇവിടേക്ക് ഇറങ്ങി വരാൻ റെഡിയായി നിൽക്കുകയാണ്. അധരം കൊണ്ട് കൽപ്പിക്കണ്ട, കർത്താവ് ഒരാ
ആംഗ്യമെങ്കിലും ഒന്ന് കാണിച്ചാൽ ഇറങ്ങി വരാൻ 12 ലഗ്യോണിലധികം ദൂതന്മാർ. ഒരു ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 6000 12 ലഗ്യോൺ എന്ന് പറഞ്ഞാൽ 72,000 72,000 വേണ്ട, ഒരൊറ്റ ദൂതൻ എൻ്റെ കർത്താവിനെ സഹായിക്കാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ ഗതികേടായി മാറും. പഴയ നിയമത്തിൽ ഒരൊറ്റ ദൂതൻ അശൂർ പാളയത്തിലൂടെ ഒരു രാത്രി നടന്നപ്പോ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. എൻ്റെ പൊന്നു കർത്താവിന് ആ മനുഷ്യത്വത്തിലെ ഗത്സമനയിലെ പ്രതിസന്ധിയെ തൻ്റെ ദൈവത്വം കൊണ്ട് ദൂതന്മാരെ ഇറക്കി പരിഹരിക്കാമായിരുന്നു. അങ്ങനെ പരിഹരിക്കാമായിരുന്നിട്ടും യേശു അത് പരിഹരിച്ചില്ല. എന്തുകൊണ്ട് പരിഹരിച്ചില്ല? താൻ ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണമെന്നുള്ളത് പിതാവിൻ്റെ തിരുവിഷ്ടമാണെന്നറിഞ്ഞ് യേശു സമ്പൂർണ്ണ ദൈവഹിതത്തിന് തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഇന്ന് രാത്രി കൃപ ലഭിച്ച അഭിഷക്തന്മാരോടും ദൈവമക്കളോടും ഞാൻ വിളിച്ചു പറയാം, ക്രിസ്തീയ ജീവിതത്തിന്റെ മർമ്മം എന്താണ്? ആത്മീകത എന്താണ്? നമ്മുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും സ്വപ്ന സാക്ഷാത്കാരത്തിനും ദൈവത്തെ നമ്മുടെ ഹിതത്തിലേക്ക് വളയ്ക്കുകയല്ല, നമ്മുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ ദൈവത്തെ ഒരു ഒറ്റമൂലിയാക്കുകയല്ല, അതിനപ്പുറത്ത് എന്നെ കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ ഹിതം അതെന്തു തന്നെയാണെങ്കിലും ആ സമ്പൂർണ്ണ ദൈവഹിതത്തിന് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നതാണ് ആത്മീക ജീവിതത്തിന്റെ മർമ്മമെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ആധാരം തുറന്ന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അല്പം കൂടെ ശാന്തമായി നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കതിന് ഏറ്റവും മനോഹര ഉദാഹരണമായി വിളക്കി ചേർത്തു വെക്കാനുള്ള പഴയ നിയമത്തിലെ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന്റെ പേര് ഇസഹാക്ക് എന്നാണ്. മോറിയാം മലയുടെ കയറ്റം അപ്പനും മകനും കൂടെ കയറിക്കൊണ്ടിരിക്കുമ്പോ മകൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പ, തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അപ്പന്റെ മറുപടി, മകനെ, യഹോവ തനിക്കൊരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. അപ്പൊ ഇസഹാക്ക് പ്രതീക്ഷിച്ചത് ദൈവം ഒരാടിനെ കരുതുമെന്നാണ്. അപ്പനും മകനും കൂടെ മോറിയ മലയിലെത്തിയിട്ട് അവിടെ യാഗപീഠം പണിയുന്നത് അബ്രഹാമാണ്. കർമ്മേലിൽ ഏലിയാവിന് യാഗപീഠം പുതുക്കി പണിയേണ്ടി വന്നതേ ഉള്ളൂ, കാരണം അവിടെ മുമ്പ് യാഗം നടന്നിട്ടുണ്ട്. പക്ഷെ മോറിയായിൽ ദൈവം കാണിച്ച സ്ഥലത്ത് ഇതിനു മുമ്പ് യാഗം നടന്നിട്ടില്ല, അവിടെ യാഗപീഠം ഉയർന്നിട്ടില്ല. അതുകൊണ്ട് ആ മലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അബ്രഹാം കല്ല് പെറുക്കി കൊണ്ടുവന്ന് യാഗപീഠം പണിയുകയാണ്. എന്റെ ഭാവന പറയാം, അബ്രഹാം കല്ല് പെറുക്കി യാഗപീഠം പണിയുമ്പോൾ ഇസഹാക്ക് ആ മലയുടെ വിവിധ ഭാഗങ്ങളിൽ കണ്ണുപാളി നോക്കുകയാണ്. ദൈവം കരുതി ആടവിടെ, ദൈവം കരുതി ആടവിടെ. പക്ഷേ ആ ആടവിടെ ഉണ്ടായില്ല. ആ സമയത്ത് അവസാനം യാഗപീഠത്തിന്റെ പണി പൂർത്തീകൃതമാകുമ്പോൾ അപ്പൻ മകനോട് പറയുകയാണ്, മകനെ, നീയാണ് യാഗവസ്തു. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് വരണേ. നീ ഇതുവരെ ദൈവം കരുതുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നീയാണ് യാഗവസ്തു എന്ന് അപ്പൻ പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ സാധാരണ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് പോലെ അപ്പന്റെ കയ്യും കാലും കെട്ടി ഒന്ന് യാഗപീഠത്തെ കിടത്തിയില്ലേലും സുബോധമുള്ള ഇസഹാക്ക് ഓടി കുതറി എങ്കിലും വഴുതി ഓടാൻ സാധ്യതയില്ലേ? കാരണം ഇതുവരെ ദൈവം കരുതൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അപ്പം പറയുകയാണ്, ഞാനാണ് യാഗവസ്തു എന്ന്. അന്ന് ഏറ്റവും കുറഞ്ഞതൊരു 32 വയസ്സ് ഇസഹാക്കിന് പ്രായമുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? 22-ാം അധ്യായത്തിലാണ് ഇസഹാക്കിന്റെ യാഗവേദി ഉയരപ്പെടുന്നത്. 23-ാം അധ്യായത്തിലാണ് സാറായുടെ മരണം. സാറാ മരിക്കുമ്പോൾ സാറായിക്ക് 127 വയസ്സുണ്ട്. സാറായുടെ 90-ാമത്തെ വയസ്സിലുള്ള മകനാണ് ഇസഹാക്ക്. സാറാ മരിക്കുമ്പോൾ ഇസഹാക്കിന്റെ പ്രായം 37 ആണ്. 22-ാം അധ്യായത്തിനും 23-ാം അധ്യായത്തിനും ഇടയ്ക്ക് ഒരു 2, 3, 4 വർഷത്തിന്റെ ഇടവേള ഇട്ടാലും
ഏറ്റവും കുറഞ്ഞതൊരു 33 വയസ്സെങ്കിലും ഇസഹാക്കിന് പ്രായമുണ്ട്. അത് മാത്രമല്ല, ആ മോറിയ മലയുടെ കുത്തുകയറ്റം, ആ തന്നെ ദഹിപ്പിക്കാനുള്ള വിറക് കെട്ട് താനായി ചുമന്ന അത്ര ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരനാണ് ഇസഹാക്ക്. വേണമെങ്കിൽ മോറിയ മലയിൽ നിന്ന് ഇസഹാക്കിന് വഴുതി പോകാമായിരുന്നു. എന്നാൽ നീയാണ് ആ യാഗവസ്തു എന്ന് അപ്പൻ പറയുമ്പോൾ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിനു മുമ്പിൽ കൈകാലുകൾ കെട്ടപ്പെട്ട് യാഗപീഠത്തിൽ കിടത്തപ്പെടാൻ ഇസഹാക്ക് വിധേയപ്പെട്ടു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഈ യാഗവേദിയിൽ ഒരു ഹോമയാഗ വസ്തുവായി എരിഞ്ഞു തീരണമെന്നാണ് എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതിയെങ്കിൽ ആ ദൈവഹിതത്തിന് പുറത്തേക്ക് വഴുതിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമ്പൂർണ്ണ ദൈവഹിതത്തിന് ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് രാത്രി സുവിശേഷ യോഗത്തിൽ എത്ര പേർ ആദരം തുറന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്തു പറയും? നേട്ടമാണെങ്കിലും കോട്ടമാണെങ്കിലും ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും ജീവനാണെങ്കിലും മരണമാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും എന്നെ കുറിച്ചുള്ള സമ്പൂർണ്ണ ദൈവഹിതമെന്തോ സമ്പൂർണ്ണ ദൈവ ഇഷ്ടമെന്തോ അതിനായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ കൊച്ചു ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു തരുന്നു എന്ന് സ്തോത്രം ചെയ്ത് പറയാൻ മനസ്സുള്ള എത്ര പേർ ഇവിടെ ഉണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കരങ്ങൾ ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവും ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി ഞാൻ ഈ വചനത്തിന്റെ ദൂത് വിളിച്ചു പറയുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും സാധിപ്പിച്ചു തീർക്കാനുള്ളതല്ല ഈ കൊച്ചു ജീവിതം. കേട്ടോ, ഇന്നുവരെ ജീവിച്ചിരുന്നു, ഇനി എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് എനിക്കും നിങ്ങൾക്കും അറിഞ്ഞുകൂടാ. ഇന്ന് രാത്രി നിറകണ്ണുകളോടെ ഈ ഓഡിറ്റോറിയത്തിനകത്തിരുന്ന് പറ, എനിക്കായി ജീവിച്ചു തീരണ്ട. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ അജണ്ടകളും എൻ്റെ ഹിതങ്ങളും ഈ ആയുസ്സിൽ പൂർത്തീകരിച്ച് എനിക്ക് ഇവിടെ തീരണ്ട. അതിനപ്പുറത്ത് എനിക്കൊരു ജീവിതം തന്ന എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി ഈ മണ്ണിൽ തീർത്ത് എൻ്റെ കർത്താവിന്റെ അടുക്കൽ വരാൻ ഈ രാത്രി കൃപ തരണമെന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ബോധ്യമുള്ള ദൈവമക്കൾ കരമടിച്ച് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന പരിശുദ്ധാത്മാ വ്യാപാരം ഇതിനകത്ത് സംഭവിക്കട്ടെ. അപ്പൊ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ ദൈവപിതാവ് തനിക്ക് പ്രതിസന്ധി അനുവദിച്ചതാണെന്നുള്ള തിരിച്ചറിവിൽ തൻ്റെ ദൈവത്വം കൊണ്ട് അതിനെ പരിഹരിക്കാതെ ദൈവഹിതത്തിന് സമ്പൂർണമായി രക്ഷിതാവ് വിധേയപ്പെട്ടു കൊടുക്കുമ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ യേശുവിനും സമാധാനം ആവശ്യമായിരുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്നും മലരും പൂവും എടുത്തു തരുന്നത് പോലെ എന്തോ അദൃശ്യകാര്യം എടുത്തു തരുന്നതല്ല. എൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ അനുഭവിച്ച സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇന്ന് രാത്രി സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവത്തിന് നന്ദി. എൻ്റെ പ്രിയരെ, കർത്താവ് അനുഭവിച്ച ആ സമാധാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ സമാധാനം നമുക്ക് അനുഭവിക്കണം. ആ ഭാഗം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും ഞാൻ. യേശു സമാധാനം അനുഭവിച്ച 2 രംഗങ്ങൾ പറയാം. കർത്താവും ശിഷ്യന്മാരും കൂടെ അക്കരയ്ക്കൊരു യാത്ര ചെയ്യുന്ന സമയത്ത് കർത്താവ് പടകിന്റെ അമരത്ത് തലവെച്ചുറങ്ങുന്നു. ശിഷ്യന്മാർ വളരെ സന്തോഷവാന്മാരാണ്. പക്ഷെ അല്പദൂരം യാത്ര ചെയ്തപ്പോൾ കടലിളകി മറിയാൻ തുടങ്ങി. കാറ്റ് വീശിയടിക്കുന്നു, തിര തള്ളി കയറിക്കൊണ്ടിരിക്കുന്നു. പാവം ശിഷ്യന്മാര്, ഞാൻ അവരെ ഒത്തിരി ബഹുമാനിക്കും. അവരോർത്ത് കർത്താവ് എത്രയോ ദിവസങ്ങളായി വിശ്രമമില്ലാതെ ശുശ്രൂഷിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് ഉറങ്ങട്ടെ. ഇവരിൽ മഹാഭൂരിപക്ഷവും മത്സ്യബന്ധന പശ്ചാത്തലത്തിൽ നിന്ന് ശിഷ്യത്വത്തിലേക്ക് വന്നവരാ.
ഇന്നലെ ഇവരുടെ തൊഴിലുകളോടുള്ള ബന്ധത്തിൽ ഇതുപോലെയുള്ള ഒത്തിരി പ്രതിസന്ധികളെ അവർ അഭിമുഖീകരിച്ചിട്ടുണ്ട്, അതിനെയൊക്കെ അവർ പരിഹരിച്ചിട്ടുമുണ്ട്. അപ്പം ഇന്നലകളുടെ പരിചയം പ്രതിസന്ധികളെ പരിഹരിക്കാൻ കൈമുതലായിട്ടവർക്കുണ്ട്. തന്നെയുമല്ല, ആ പ്രതിസന്ധി പരിഹരിക്കാൻ ഇപ്പോൾ അവർ പരിശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോഴാ മനസ്സിലാകുന്നത്, ഇന്നലെയുടെ പരിചയ സമ്പത്ത് കൊണ്ടോ ഇന്നിൻ്റെ പരിശ്രമം കൊണ്ടോ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടില്ല. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സർവശക്തൻ ഇടപെട്ടേ പറ്റൂ. ഈ സുവിശേഷ യോഗത്തിൻ്റെ പ്രഥമ രാത്രി ദൈവത്തിന് സ്തോത്രം, ഒത്തിരി പരിശ്രമിച്ചിട്ടും മാനുഷികമായി നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും അപരിഹാര്യമായ, മാനുഷികമായി നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഇനി എന്തു ചെയ്യുമെന്നറിയാൻ കഴിയാതെ നെടുവീർപ്പോടെ വന്നിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലയിൽ കൈവച്ചെന്ന വണ്ണം ഈ ദൈവാലോചന കൈമാറുകയാണ്. പരിചയം പരാജയപ്പെട്ടിടത്ത്, പരിശ്രമങ്ങൾ വിഫലമായ ഇടത്ത് ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി താങ്കൾക്ക് വേണ്ടി വെളിപ്പെടുന്ന നാളുകൾ വിദൂരമല്ലെന്ന് ഇന്ന് രാത്രി പോസ്റ്റില്ലാത്ത ദൈവം തന്റെ വചനത്തിന്റെ ആലോചന കൈമാറുമ്പോൾ വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ രാത്രി മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് അതിശക്തമായി ഇടപെടുകയാണ്. അപ്പൊ പ്രതിസന്ധികൾ അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ വന്നപ്പോ അവർ രക്ഷിതാവിനെ ചെന്ന് തട്ടി വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നാഥ. എന്തൊരു ഹൃദയസ്പർശിയായ ചോദ്യം. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് സത്യം പറയാം, ഞാൻ അവിടെ ശിഷ്യന്മാരുടെ കൂടെയാണ്. എല്ലാരും എന്നോട് ഒരു ആമേൻ പറഞ്ഞു വാ. ഈ പ്രതിസന്ധി ഉണ്ടായി രൂക്ഷമായി ഇവരങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് കർത്താവ് ഇങ്ങോട്ട് പ്രതികരിച്ചിരുന്നെങ്കിൽ അവരങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ടി വരികയില്ലായിരുന്നു. ഇതുപോലെ കാറ്റടിച്ചിട്ട്, ഇതുപോലെ തിര തള്ളിക്കയറിയിട്ട്, ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ ഇതുപോലെ പരിശ്രമിച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങണമെങ്കിൽ, ഇങ്ങനെ പ്രതികരിക്കാതിരിക്കണമെങ്കിൽ ഞങ്ങളെക്കുറിച്ച് ഒരു വിചാരവുമില്ല. തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഇങ്ങനൊക്കെ ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് യോഗം കഴിഞ്ഞ് നിൽക്കണം. നിങ്ങളെ കൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിക്കണം. എത്ര പ്രാവശ്യം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്നറിയാം. ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളിൽ, പോരാട്ടങ്ങളിൽ, ഒറ്റപ്പെടുത്തലുകളിൽ, തിക്താനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഒത്തിരി കരഞ്ഞിട്ടും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി പരിശ്രമിച്ചിട്ടും ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ജീവിതത്തിൽ സംഭവിച്ചു, എന്തുകൊണ്ട് ഇതിന് പരിഹാരമില്ല, എന്തുകൊണ്ട് ഇത്രയൊക്കെ കരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഈ വിഷയത്തിനൊന്നും നീക്കുപോക്കില്ല, ദൈവം പോലും എന്നെ കൈവിട്ടോ, ദൈവം പോലും എന്നെ മറന്നോ എന്ന് ഒരു വേളയെങ്കിലും നെടുവീർപ്പോടെ ചോദിക്കാത്ത ഒരു വ്യക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടില്ല. ശിഷ്യന്മാരും കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത്, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് ദൈവം നിങ്ങളെ കൈവിട്ടെന്നോ ദൈവം നിങ്ങളെ മറന്നെന്നോ അർത്ഥമില്ല. ദൈവത്തിന് സ്തോത്രം. അല്പം വൈകിയാലും ഹല്ലേലൂയ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ദൈവാലോചന കൈമാറുമ്പോൾ അതരം തുറന്ന് ദൈവത്തിന് നന്ദി പറയാൻ മനസ്സുള്ള എത്ര പേർ ഇതിനകത്ത് വന്നിട്ടുണ്ട്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരുടെ ഹൃദയത്തെ തൊട്ട് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല. അതരം തുറന്ന് ആമേൻ പറയാൻ ഈ രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? ശിഷ്യന്മാര് പറയുകയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലേ? എൻ്റെ മറുചോദ്യം, കർത്താവിന് വിചാരം ഉണ്ടോ? കർത്താവിന് വിചാരമുണ്ട്. ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവെന്താ? യേശു കർത്താവ് അമരത്ത് തല വെച്ചുറങ്ങിയെന്ന്. ഒരു നല്ല ആമേൻ പറ. അത് വെറുതെ തല ചായ്ക്കാൻ ഇടവില്ലാഞ്ഞത് കൊണ്ട്, അമരമുള്ളത് കൊണ്ട് അങ്ങ് തല വെച്ചെന്നല്ല എൻ്റെ അർത്ഥം.
എന്തിനാ പരിശുദ്ധാത്മാവ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒരു കപ്പലിൻ്റെ, ഒരു പടകിൻ്റെ പ്രധാന ഭാഗം അമരമാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, കപ്പൽ എത്ര വലുതാണെങ്കിലും കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്നതാണെങ്കിലും അമരക്കാരൻ ചെറിയ ചുക്കം കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കുന്നു. പൗലോസൊക്കെ യാത്ര ചെയ്ത കപ്പൽ, റോമിനെ ലക്ഷ്യമാക്കി പോയ കപ്പൽ, 270 പരം പേരുണ്ടായിരുന്ന കപ്പൽ ഇരുകടൽ കൂടി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആണിയമുറച്ചു. തിരയുടെ കേമത്താൽ അമരം തകർന്നു, കപ്പൽ ഉടഞ്ഞു. അമരം തകർന്നാൽ ഒരു പടകിനും നിലനിൽപ്പില്ല, അമരം തകർന്നാൽ ഒരു കപ്പലിനും നിലനിൽപ്പില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവ് അമരത്ത് തലവെച്ചെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എത്ര മണിക്കൂറായി തിര തള്ളിക്കയറുക, എത്ര മണിക്കൂറായി കാറ്റ് വീശി അടിക്കുക, എത്ര മണിക്കൂറായി കടൽ ഇളകി മറിയുക. പക്ഷെ ഇളകി മറിയുന്ന കടലിൽ, വീശി അടിക്കുന്ന കാറ്റിൽ, തള്ളിക്കയറുന്ന തിരയിൽ ഈ പടക് തകരാതിരിക്കുന്നത് അപ്പോസ്തലന്മാരെ നിങ്ങളുടെ പരിചയം കൊണ്ടല്ല, നിങ്ങളുടെ ഇന്നത്തെ പ്രയത്നം കൊണ്ടുമല്ല, സർവശക്തന്റെ തല അതിന്റെ ആമരത്തുള്ളത് കൊണ്ടാ. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്തു പറയാം, ഈ പ്രതിസന്ധി നിങ്ങൾക്ക് യാദൃച്ഛികമാ, നിങ്ങൾക്കിത് അവിചാരിതമാ. പക്ഷെ ഇത് ലക്ഷ്യസ്ഥാനത്തെത്താതിരിക്കാൻ, ഇതിനെതിരെ തിര തള്ളിക്കയറുമെന്ന്, ഇതിനെതിരെ കാറ്റ് വീശി അടിക്കുമെന്ന്, ഇതിനെതിരെ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ ഉറഞ്ഞു തുള്ളുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾക്കും പടകിനും കേടുവരാതെ ഇതിനെ നിലനിർത്താൻ, ഇതിനെ സൂക്ഷിക്കാൻ എന്റെ കരുതലുണ്ട്, എന്റെ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഈ രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ദൈവാലോചന പറയുന്നു. വീശി അടിക്കുന്ന കാറ്റ് പോലെ, തള്ളിക്കയറുന്ന തിര പോലെ, ഉറഞ്ഞു തുള്ളുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ നടുവിൽ നീ തകരാതെ നിലനിർത്തുന്ന ഒരു ദൈവ കൃപ ഇന്ന് രാത്രി ഇതിനകത്ത് ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തരുന്നു. അത് വിശ്വസിക്കുന്ന അഭിഷക്തന്മാർ, വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ഇന്ന് രാത്രി ചിലരോട് പറയാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ പ്രതിസന്ധി നിന്റെ തലയ്ക്ക് മീതെ കവിയില്ല, ഈ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല, ഇത് നിന്നെ കൊണ്ടേ പോകൂ എന്ന്, ഇത് കുഴിയിൽ വയ്ക്കുന്നിടം വരെ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് ശത്രു വിധി പറയുന്ന, ശത്രു വെല്ലുവിളിക്കുന്ന, നിന്റെ ഹൃദയത്തിനകത്ത് അങ്ങനെ ദുഷ്ടപിശാച് തോന്നലുകൾ ഉളവാക്കുന്ന ചില പ്രതിസന്ധികളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി അതിശക്തമായി ഇടപെടുന്നു. ഈ പ്രതിസന്ധിയെ നിനക്ക് നീന്തിക്കടിക്കാൻ കഴിയുന്ന, ഈ പ്രതിസന്ധിയെ നിനക്ക് ചാടിക്കടക്കാൻ കഴിയുന്ന ഒരു ദൈവിക അധികാരത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് അയക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെ നിയോഗം തരുന്ന ദൈവമക്കൾ ഈ രാത്രി ഒരുമിച്ചെന്ന് പറ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനു നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഓ രവ ശംദരാധനാധനാധന പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പ്രതിസന്ധിയെ നീ അതിജീവിക്കും, ഈ പോരാട്ടത്തെ നീ അതിജീവിക്കും, ഇതിനെ നീ നീന്തി കടക്കും, ഇതിനെ നീ ചാടി കടക്കും. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാം ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധന. എന്തോ പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയുന്നു, ചിലതിനെ നീന്തിക്കടക്കും. ഒരു നല്ല ആമേൻ പറ. ചില തകർച്ചകളെ നീന്തിക്കടക്കും, ചില പ്രതിസന്ധികളെ ചാടിക്കടക്കും. കർത്താവ് അങ്ങനെ ചെയ്യും.
വെറുതെ പറയുകയല്ല, കർത്താവിനോട് പറയുന്നത് കൊണ്ട് ഇന്ന് രാത്രി ചിലരോട് ആ ദൂത് ഞാൻ വിളിച്ചു പറയുന്നു. ചില പ്രതിസന്ധിയെ ചാടിക്കടക്കും, ചിലതിനെ നീന്തി കടക്കും. ഇവിടം കൊണ്ട് തീരില്ല, ഈ പ്രതിസന്ധിയിൽ അവസാനിക്കില്ല. ഒരു ദൈവിക ഉദ്ധാരണമുണ്ടെന്ന്, ഒരു ദൈവിക വിടുതലുണ്ടെന്ന് ഈ രാത്രി പോഷ്കില്ലാത്ത ദൈവം ദൈവാലോചന കൈമാറുന്നു. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവാത്മാവിനോട് അത് ശക്തമായി പറയും. പൗലോസൊക്കെ യാത്ര ചെയ്ത കപ്പൽ തകർന്നു. നീന്തൽ അറിയാവുന്നവര് നീന്തി, അല്ലാത്തവര് പലക കഷ്ണത്തെ പിടിച്ചു മെലീത്തയിലെത്തി. ഒരു നല്ല ആമേൻ പറ. നീന്തൽ അറിയില്ലെങ്കിലും, പ്രതിസന്ധിയുടെ കടലിനകത്താണെങ്കിലും, നീ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കായികമായി ബലമില്ലെങ്കിലും, കാരണം ദിവസങ്ങളായി പട്ടിണി കിടക്കുക, മാത്രമല്ല നീന്തലൊട്ട് അറിയില്ല, പക്ഷെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ, നീന്തിക്കിടക്കാൻ ഒരൊറ്റമൂലിയും മാനുഷികമായി നിന്റെ മുമ്പിൽ ഇല്ലെങ്കിലും ഒരു പലക കഷണമെങ്കിലും ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരുക്കി തരും. ഇന്ന് രാത്രി കർത്താവ് ചിലരോട് പറയുന്നു, അസാധ്യമെന്ന് ചിന്തിക്കുന്നിടത്ത്, സാധ്യതകളുടെ യാതൊന്നും നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിങ്ങൾ കാണാത്ത ഇടത്ത് എന്ത് ചെയ്യുമെന്ന് ചോദ്യത്തിന് മറുപടിയില്ലാത്ത മാനുഷിക അസാധ്യതകളുടെ നടുവിൽ ഇന്ന് രാത്രി എൻ്റെ മാന്യ സഹോദര, എൻ്റെ മാന്യ സഹോദരി, ദൈവത്തിന്റെ ശബ്ദം ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തു പറ, എൻ്റെ ദൈവം എനിക്കൊരു വിടുതലിന്റെ മാർഗം ഒരുക്കി തരും. കരമടിച്ച് അന്യഭാഷയിൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ചിലരുടെ നിരാശയുടെ കടുങ്കട്ടുകളെ ദൈവാത്മാവ് പൊട്ടിച്ചെറിയുകയാണ്. ഈ രാത്രി ചിലരെ പരിശുദ്ധാത്മാവ് ഉറപ്പും ധൈര്യവുമുള്ളവരായി ഈ യോഗത്തിൽ നിന്ന് പറഞ്ഞയക്കുക. ഓ ശരബല ഹസഖനാദന അംദനാദനാദന റീബൽ ഖമന ആദുരിമിഗ ശബ്ദനാദനാദന. ഹല്ലേലൂയ. ചില തകർച്ചകളെ പടിയോ, ചില പ്രതിസന്ധികളെ അതിജീവിക്കോ, ചില മേഖലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടോ. വിശ്വാസത്താൽ ഈ രാത്രി ആമേൻ പറയോ. പരിശുദ്ധാത്മാവേ, 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 ഇന്ന് രാത്രി ചിലരുടെ കണ്ണുനീരിനെ ഒപ്പണമേ, ചിലരുടെ നിരാശകളെ മാറ്റണമേ, ചിലരെ ഉറപ്പും ധൈര്യമുള്ളവരായി ഈ യോഗം കഴിഞ്ഞു പറഞ്ഞയക്കണമേ. ഓ ശബരബഹസഖനാദന ജീവിരിഹസഖരബലബനബശബ്ദന. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. കര ഉയർത്തിട്ട് നല്ല ആമേൻ പറയാ. വീശിയടിക്കുന്ന കാറ്റ്, തള്ളിക്കയറുന്ന കര, തള്ളിക്കയറുന്ന തിര, അലറിക്കരയുന്ന 12 ശിഷ്യന്മാർ. അതിൻ്റെ നടുവിൽ യേശു ശാന്തമായി ഉറങ്ങി. ഒരു നല്ല ആമേൻ പറഞ്ഞേ. അതാ അവൻ അനുഭവിച്ച സമാധാനം. എത്ര പേർക്ക് എന്നോട് ചേർന്നൊരു നല്ല ആമേൻ പറയാൻ കഴിയും? രണ്ടാമത്തെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് മൂന്നാമത്തെ ചിന്തയിലേക്ക് വരാം. ഗെത്സമന തോട്ടത്തിലേക്ക് നിങ്ങൾ വരാം. 3 ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ഒന്ന് യേശുവിനെ പിടിക്കാൻ വരുന്ന പടയാളികളാണ്, ചേവകരാണ്, വലിയ പുരുഷാരമാണ്. അവരുടെ ചിന്ത ഇപ്പം പിടിക്കാം. ഈ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്തെ ആരാണ് ആളെന്ന് അറിഞ്ഞാൽ മതി, പിടിക്കാമെന്നുള്ള നിലയിലാണ് വരുന്നത്. അപ്പോൾ കർത്താവ് അവരുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, നിങ്ങൾ ആരെയാ തിരയുന്നേ? അവരുടെ മറുപടി നസറയനായ യേശുവിനെ. ഞാൻ ഇന്ന് രാത്രി അവിടെ നിൽക്കുന്നില്ല, കർത്താവ് വരുന്ന ആവശ്യം നാളെ രാത്രി വിശദീകരിക്കാം. ഇതല്ല, ഈ ഭാഗത്തേക്ക് വരാം. അപ്പോൾ യേശു പറഞ്ഞു, അത് ഞാനാകുന്നു. ഞാനാകുന്നു എന്ന് പറഞ്ഞതും അവരെല്ലാം കൂടെ ബോധം കെട്ട് നിലത്ത് വീണു. എൻ്റെ യേശുവിൻ്റെ സ്ഥാനത്ത് വേറെ ആരാണേലും ഇവർ പുറകോട്ട് വീണ് കിടക്കുമ്പോൾ മുങ്ങിയേനെ. ഒരു നല്ല ആമേൻ പറ. രക്ഷപ്പെടാൻ അവസരമില്ലാതിരുന്നത് കൊണ്ട്, ഗതികേട് കൊണ്ട് സംഭവിച്ചതല്ല യേശുവിൻ്റെ മരണം.
ഒരു നല്ല ആമേൻ ആ വാക്കിന് പറയണ്ടേ? യേശുവിനെ ആരും പിടിച്ചതല്ലെന്നേ, ഇന്ന് എന്നെ പിടിച്ചോളാൻ പറഞ്ഞ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തതാ. കർത്താവ് കൈ നീട്ടി കൊടുത്തതാണ്. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയുന്നു, യേശുവിൻ്റെ ജീവനെ ആരും എടുത്തതല്ല, യേശുവിനെ ആരും പിടിച്ചതല്ല, യേശുവിനെ ആരും കൊന്നതല്ല. അവൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതാണ്, ഏൽപ്പിച്ചു തന്നതാണ്, ജീവനെ വച്ചു തന്നതാണ്. എന്നോട് ചേർന്ന് കരമുയർത്തി ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാൻ പലപ്പോഴും എൻ്റെ ഭാവനയിൽ അത് കാണും. ബോധം കെട്ടിട്ടേ പുറകോട്ട് വീണിട്ടെ ഇന്ന് എന്നെ പിടിച്ചോളം പറഞ്ഞ് കർത്താവ് കൈ നീട്ടി കൊടുക്കുമ്പോഴാണ് ഓർക്കുന്നത് ആരാണെന്ന്. ഇപ്പോഴും അറിയുന്ന ആരാണെന്ന്. ഇപ്പം പിടിക്കാതെ പോയാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ പോയാൽ തലയെ തൊപ്പി കാണുകയില്ല. അപ്പോൾ ഞാൻ അതിനിങ്ങനെ പേര് കൊടുക്കും, നിവൃത്തികേട് കൊണ്ട് അവർ കർത്താവിനെ പിടിച്ചതാണ്. സത്യം പറഞ്ഞാൽ പലതും കാണുമ്പോൾ നിവൃത്തികേട് കൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞങ്ങ് വിഴുങ്ങുക. പലർക്കും താല്പര്യം ഉള്ളത് കൊണ്ടല്ല, അങ്ങനെ അങ്ങായി പോകുന്നത് കൊണ്ട്, ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് അങ്ങായി പോകുന്ന. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരിക. രണ്ടാമത്തേത് ശിഷ്യന്മാരാണ്, വീരശൂര പരാക്രമികളാണ്, മരിച്ചാലും മറക്കുകയില്ലെന്നൊക്കെ പറഞ്ഞവരാ. ഒരു അവസരം വന്നപ്പോൾ ഓടിയ രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. എന്നാൽ വേറൊരാളെ ഞാനിവിടെ പരിചയപ്പെടുത്താം, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ശ്രദ്ധിക്കണേ, പ്രതിസന്ധിയുടെ തീക്കുണ്ടത്തിൻ്റെ അകത്ത് നിൽക്കുന്നത് യേശുവാണ്. ഇനി ഞാനീ പറയുന്നത് നിങ്ങൾ അടിവരയിട്ട് ചിന്തിച്ചോണം. നമ്മളെത്ര കരുത്തന്മാരായ മനുഷ്യരാണേലും മാനസികമായി നമ്മൾ തകർന്നാൽ നമ്മളെ കൊണ്ടൊന്നും പറ്റിയില്ല. ഒരു നല്ല ആമയും പറഞ്ഞു. മാനസികമായി നിങ്ങൾ തകർന്നാൽ നിങ്ങളെ കൊണ്ട്, ഞങ്ങളിപ്പോൾ ഞാൻ 25 വർഷമായിട്ട് സഭാ ശുശ്രൂഷകനാണ്. ദേവദാസന്മാരൻ എത്രയോ സീനിയർ. വിളിച്ചാൻ 67 വയസ്സിൻ്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ ആശംസയും കൂടെ നേരുക. പതിറ്റാണ്ടുകൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ വേലയിലുള്ളവരുണ്ട്. നമ്മൾ എത്ര സഭായമൊക്കെ നടത്തി, കൂട്ടായ്മയൊക്കെ നടത്തി പരിചയമുള്ളവരാണെങ്കിൽ ചില ഞായറാഴ്ച ഈ സങ്കീർത്തനം വായിക്കാൻ എണീക്കുമ്പോൾ സ്തോത്രാഴ്ച ഇടാവുന്നു, സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടി എണീക്കുമ്പോൾ സങ്കീർത്തനം വായിക്കാമെന്നും പറയും. അത് ഷുഗർ താന്നത് കൊണ്ടല്ല, പരിചയമില്ലാത്തത് കൊണ്ടല്ല, ചില ടെൻഷൻ അകത്ത് കയറിയ. കാരണം ആ യോഗം കഴിയുമ്പോൾ വേറെ ചില ചർച്ചകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അന്നത്തെ ചിന്ത മുഴുവൻ അതാ. ആ പിരിമുറുക്കം കാരണം ഓർഡറൊക്കെ തെറ്റിപ്പോവും. ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എത്ര കരുത്തന്മാരായ മനുഷ്യരാണേലും മാനസികമായി നിങ്ങൾ തകർന്നാൽ നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കില്ല. നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ പ്രാപ്തിയോ നിങ്ങൾക്ക് ശരിയായി വിനിയോഗിക്കാൻ കഴിയില്ല മാനസികമായി തകർന്നാൽ. ഇത് ദുഷ്ടപിശാചിന് അറിയാൻ കേട്ടോ. അതുകൊണ്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാരെ, കൃപാവരങ്ങളുള്ള താലന്തുകളുള്ള കഴിവും പ്രാപ്തിയുമുള്ള എത്രയോ ദൈവമക്കളെ, ദൈവം കൊടുത്ത മിനിസ്ട്രി, ദൈവം കൊടുത്ത കൃപ, ദൈവം കൊടുത്ത താലന്തുകൾ, ദൈവം കൊടുത്ത നന്മകൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയാതെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാനസികമായി അവരെ തളർത്തി ക്ഷീണിപ്പിച്ച് പ്രയോജനമില്ലാത്തവരാക്കി മാറ്റുന്നത്. ഇന്ന് രാത്രി ഞാൻ ഈ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നിലകളിൽ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഏതെങ്കിലും പൈശാചിക വ്യാപാരമുണ്ടെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അമർച്ചയായി കൽപ്പിക്കുന്നു. ആ നിലകളിലുള്ള പൈശാചിക പദ്ധതികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. വിശ്വാസത്താൽ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രക്തം ജയം. ഈ യുഎഇയിലെ മീറ്റിങ്ങിനൊക്കെ വരാൻ എനിക്കും ഭയങ്കര മാനസിക സംഘർഷം. നിലമ്പൂരൊരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വന്ന് അടൂരൊരു മീറ്റിങ്ങിന് പോയി. പിറ്റേ ദിവസം പത്തനംതിട്ട. അന്ന് അടൂർ റെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടും കൂടെ വരണ്ടല്ലോ, ഉറക്കളയ്ക്കേണ്ടതല്ലേ. എന്നാൽ പിന്നെ ഒരു ദിവസം അവിടെ വിശ്രമിച്ച് പത്തനംതിട്ടയിലെ പ്രസംഗം കൂടെ കഴിഞ്ഞ് വീട്ടിൽ വരാമെന്ന് നമ്മൾ ചിന്തിച്ച് പോയത്. അപ്പോൾ വേണ്ട രാത്രി 10:30 ആയപ്പോൾ വീട്ടിലോട്ട് വിളിച്ചപ്പോൾ അയൽവാസികളെല്ലാം കൂടെ ഭാര്യയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. പെട്ടെന്ന് ബോധം കെട്ടു, ശരീരം ബലഹീനമായി, കണ്ണെല്ലാം മുഴിച്ചു. ഞാൻ വിളിച്ചപ്പോൾ ആരോ ഫോൺ എടുത്തപ്പം അവിടെ കേൾക്കുന്ന ശബ്ദങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞത് ആ സമയത്തുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ
മാനസിക സമ്മർദ്ദങ്ങൾ. ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്നതല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മാനസികമായി നമ്മൾ തകർന്നാൽ നമ്മളെ കൊണ്ട് ഒന്നും നടക്കില്ല പ്രിയരെ. ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മിനിസ്ട്രി ഉണ്ടായിരുന്നിട്ടും, കൃപാവരങ്ങൾ ഉണ്ടായിരുന്നിട്ടും, താലന്തുകൾ ഉണ്ടായിരുന്നിട്ടും, കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും അതിൻ്റെ ഫലപ്രദമായ നിലയിൽ, തനതായ നിലയിൽ വെളിപ്പെടുത്താൻ കഴിയാതെ, പ്രയോജനകരമാക്കാൻ കഴിയാതെ, ഏതെങ്കിലും മാനുഷികമായ, ദൈവത്തിന് സ്തോത്രം, അസ്വസ്ഥതകളിട്ട്, മാനസിക സംഘർഷങ്ങളിട്ട് നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ പൈശാചിക മണ്ഡലങ്ങളെ ഞങ്ങൾ ശാസിക്കുകയാണ്. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ മനസ്സുള്ള ദൈവമക്കൾ ആ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അധികാരത്തോടെ കൽപ്പിക്കാം. ഇതുവരെ പ്രയോജനകരമായ നിലയിൽ എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിയാതെ, എനിക്ക് വളരാൻ കഴിയാതെ, എനിക്ക് ആത്മികമായി ഉണരാൻ കഴിയാതെ, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നെ മാനസിക സംഘർഷത്തിന് അടിമയാക്കി വെച്ച ദുഷ്ടപിശാചേ, ഇന്ന് രാത്രി അമർച്ചയായി കൽപ്പിക്കുന്നു, അഴിഞ്ഞു മാറുക. അധികാരത്തോടത് പറയാൻ കൃപയുള്ള എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ രക്ഷിതാവ് അനുഭവിച്ച കരുത്ത്, ഒരു നല്ല ആമേൻ പറഞ്ഞ്. നിങ്ങൾ എത്ര കരുത്തന്മാരാണെങ്കിലും മാനസികമായി തകർന്നാൽ നിങ്ങളെ കൊണ്ടൊന്നും നടക്കുകയില്ല. പക്ഷെ കർത്താവ് ചെയ്ത് കണ്ടോ? പത്രോസിന്റെ വാളിന്റെ വായ്ത്തലയേറ്റ് മൽക്കോസിന്റെ വലത്തെ കാത് രക്തത്തിൽ കിടന്ന് പെടയ്ക്കുക. യേശുവിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും കണ്ടില്ലെന്ന് വെച്ച് പോതേ ഉള്ളൂ. കാരണം താനായി തന്നെ പ്രതിസന്ധിയില്ല. ഒരു നല്ല ആമേൻ പറഞ്ഞ്. പിന്നെങ്ങനെ അവന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നേ? കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം കേട്ടോ. ഞാൻ കർത്താവിനോട് ഒത്തിരി ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം പറയാം. നമ്മുടെ എല്ലാ പ്രശ്നവും മാറിയിട്ട് മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയില്ല. ഒരു നല്ല ആമേൻ പറ. നിങ്ങൾ പൂർണ്ണ ആരോഗ്യവാന്മാരായിരുന്നിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു കർത്താവേ, രോഗികൾക്ക് വേണ്ടി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? എനിക്ക് ഒന്നല്ലെങ്കിൽ. ഒരു നല്ല ആമേൻ പറഞ്ഞു വന്നു. കാലേ കയ്യേ മാറി മാറി ഓരോന്ന്. പിന്നെ എങ്ങനെ കർത്താവേ രോഗികളായിട്ട് മനുഷ്യർ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു? നിങ്ങളൊന്ന് സ്തോത്രം ചെയ്ത് എന്നോട് വന്നേ. നമ്മൾ പ്രശ്നത്തില്ല, പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു? ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ആത്മിക ശുശ്രൂഷയുടെ മർമ്മം ഇതാ. നിങ്ങൾ രോഗികളായിരിക്കുമ്പോഴും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ രോഗങ്ങളോ നിങ്ങളുടെ പ്രശ്നങ്ങളോ ആത്മിക പ്രാഗൽഭ്യത്തെ കെടുത്തരുത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, സ്വയം മുറിവേറ്റുകൊണ്ട് മറ്റുള്ളവരുടെ മുറിവുകളെ കെട്ടുന്ന ഒരു മിനിസ്ട്രിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതരം തുറന്ന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എത്ര പരിതാപകരമാണെങ്കിലും അവിടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. അത് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്തൊരു കാര്യം പറയാം. തന്നെ പിടിക്കാൻ വന്നവന്റെ വലത്തെ കാത് കർത്താവ് ഒട്ടിച്ചു കൊടുത്തു. തന്നെ പിടിക്കാൻ വന്നവന്റെ കാത് ഒട്ടിക്കാൻ യേശുവിന് ഇഷ്ടം തോന്നിയെങ്കിൽ ഇന്ന് പകല് മുഴുവൻ ഷാർജയിലും അജ്മാനിലും ദുബൈയിലും പെടാപാട് പെട്ടിട്ട് ഈ ട്രാഫിക്കിനിടയ്ക്ക് ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഈ യോഗത്തിന് വന്ന നിങ്ങളോട് ദൈവത്തിന് എത്ര കരുണയുണ്ട്. തന്നെ പിടിക്കാൻ വന്നവന്റെ കാതൊട്ടിക്കാൻ യേശുവിന് ഇഷ്ടം തോന്നിയെങ്കിൽ കർത്താവിനെ പരമാർത്ഥതയോടെ സേവിക്കുന്ന നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി ഒരു രോഗശാന്തി പകരണമെന്ന് എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ വിൽസൺ ജോസഫ് പാസ്റ്റോ, ദിലീപ് പാസ്റ്റോ, KJ തോമസോ നിങ്ങളുടെ തലയിൽ കൈവയ്ക്കേണ്ട. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം അയച്ച് അത്ഭുത രോഗശാന്തി തന്ന് ഇന്ന് രാത്രി നിങ്ങളെ സൗഖ്യമാക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്.
പറയാനാണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അല്പനിമിഷം ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. അത്ഭുത രോഗശാന്തി നമ്മുടെ നാടി ഞരമ്പുകളിൽ, രക്തധമനികളിൽ, മാംസപേശികളിൽ, ആന്തരിക അവയവങ്ങളിൽ, ബാഹ്യ അവയവങ്ങളിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഏതെങ്കിലും മർത്യ ശരീരത്തിൽ രോഗദണ്ഡനങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ രോഗശക്തികളെ ഞങ്ങൾ അഴിച്ചു മാറ്റുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്താലുള്ള അത്ഭുത രോഗശാന്തി ഈ രാത്രി സംഭവിക്കട്ടെ. നമ്മുടെ സമയമായി, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പൊ കർത്താവ് അവന്റെ കാത് ഒട്ടിച്ചു കൊടുത്തു. പ്രതിസന്ധിയുടെ തീക്കുണ്ടത്തിലായിരിക്കുമ്പോഴും യേശു അനുഭവിച്ച സമാധാനം. ഒരു നല്ല ആമേന കരമുയർത്തി സ്തോത്രം ചെയ്തെന്ന് പറയാം. അടുത്ത ഭാഗം കൂടെ പറഞ്ഞാലേ എനിക്കൊരു തൃപ്തി വരും. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും. ഏത് സമാധാനം? എൻ്റെ സമാധാനം. കർത്താവ് തൻ്റെ പ്രതിസന്ധിയിൽ അനുഭവിച്ച സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഒറ്റ ഉദാഹരണം തിരുവെഴുത്തെന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്ത് നിർത്താം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വായിക്കേണ്ട 12-ാം അധ്യായം. പത്രോസ് 4 ചേവകരുള്ള 4 കൂട്ടം 16 പടയാളികൾ. ഹെരോദ രാജാവ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞ് പത്രോസിനെ വിസ്തരിച്ച് കൊല്ലാനായിട്ട് കാത്തിരിക്കുകയാണ്. അന്ന് രാത്രി എല്ലാവരും എന്നോട് വരണേ, പത്രോസ് സുഖമായി ആ ജയിലിൽ കിടന്ന് ഉറങ്ങുക. നമുക്ക് പത്രോസിനോട് ചോദിക്കാം, പത്രോസേ, നാളെ നേരം വെളുത്താൽ ഹെരോദ രാജാവ് താങ്കളെ വിസ്തരിച്ചിട്ട് ശിരച്ഛേദം ചെയ്യാൻ പോവുക, തലവെട്ടാൻ പോവുക. പത്രോസ് പറയും, ഉവ്വ്, നാളെ നേരം വെളുത്താൽ വിസ്തരിച്ച് തല വെട്ടുമെന്ന് എനിക്കറിയാം. തല നാളെ വെട്ടുമെന്നറിയാമെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ കിടന്ന് ഇന്ന് രാത്രി ഇങ്ങനെ ഉറങ്ങുന്നു? ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ് നമ്മൾ പറയും വാഗ്ദത്തം കൊണ്ടാണ്. എന്ത് വാഗ്ദത്തം ഉള്ളവരാ നമ്മൾ? എല്ലാവരും എന്നോട് ചേർന്ന് ഒരു ആമേൻ പറഞ്ഞു വന്നേ. വാഗ്ദത്തം കൊണ്ട് മാത്രമാണോ പത്രോസ് ഉറങ്ങുന്നേ? ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. പത്രോസ് പറയും, നാളെ നേരം വെളുത്താൽ ഹെരോദ രാജാവ് എന്നെ വിസ്തരിച്ച് ശിരച്ഛേദം ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷെ അതറിഞ്ഞുകൊണ്ട് തന്നെ കൊല്ലപ്പെടുന്നതിൻ്റെ തലേ രാത്രി ഞാൻ ഇങ്ങനെ ഈ ജയിലറയുടെ പരുക്കൻ തറയിൽ സുഖമായി ഉറങ്ങാനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഞാൻ പോലും അറിയാതെ ഈ കൊല്ലപ്പെടുന്നതിൻ്റെ തലേ രാത്രി എൻ്റെ മേൽ വന്നിറങ്ങിയ ഒരു ദൈവിക സമാധാനമുണ്ട്. ആ സമാധാനമാണ് ഈ ജയിലറയിൽ ഇങ്ങനെ ഞാൻ സുഖമായി കിടന്നുറങ്ങുന്നത്. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കളോട് വിളിച്ചു പറയാം, ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോ നാം പോലും അറിയാതെ നമ്മുടെ മേൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു ദൈവിക സമാധാനമുണ്ട്. ആ ദൈവിക സമാധാനമാണ് ഇന്ന് രാത്രി ഇവിടം വരെ നടന്ന് കയറി വന്ന് ഈ കസാരയിൽ ഇരുന്ന് എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ അവസരം ലഭ്യമായതെന്നോർത്ത് അറിഞ്ഞു ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ മനസ്സുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. ആ സമാധാനത്തിന് പൗലോസ് പറയുന്നൊരു പേരുണ്ട്. ഫിലിപ്പി ലേഖനം 4:6-7 ഒന്നിനെ കുറിച്ചും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയാവുന്നവരൊന്നും പറഞ്ഞ് ദൈവത്തോട് അറിയിക്കാത്ര. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ആ സമാധാനത്തിന്റെ പ്രത്യേകത സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമാണ്. അത്ര ആയില്ലേ? 2 മിനിറ്റ് ഒന്ന് പറയാം. എൻ്റെ പ്രിയരേ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ആ സമാധാനം അനുഭവിക്കാൻ
നമുക്ക് കിട്ടിയ ഭാഗ്യമാണ്, ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയം അവസാനിപ്പിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സഹിഷ്ണുത കാണിച്ചവരെ ഭാഗ്യവാന്മാർ എന്ന് നാം പുകഴ്ത്തുന്നു. ഇയ്യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും. അടുത്തതൊന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ദൈവം വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. എന്നെ തുള്ളിച്ചാടിപ്പിച്ചൊരു വാക്യം അത്. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടു. അർത്ഥം ഇത്രയേ ഉള്ളൂ: പ്രതിസന്ധി ഉണ്ട്. എന്നോട് ചേർന്നൊരു ആമേൻ പറഞ്ഞേ. നിങ്ങൾ എത്ര ആത്മീയരാണെങ്കിലും, നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, നിങ്ങൾ എത്ര ഭക്തരാണെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. എന്നോട് ചേർന്ന് കരമുയർത്തി പിടിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രതിസന്ധികൾ ഉണ്ട്. എന്നാൽ അടുത്ത് കേട്ടോണേ, എന്നും കുന്നും പ്രതിസന്ധി നിൽക്കില്ല. ദൈവം വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം ചെയ്തു പറഞ്ഞു: പ്രതിസന്ധി ഉണ്ട്, പക്ഷെ എന്നും ഇത് നിലനിൽക്കില്ല. ഈ പ്രതിസന്ധിക്കൊരു പരിഹാരവുമുണ്ട്. എത്ര പേർക്ക് വിശ്വാസത്താൽ ആമേൻ പറഞ്ഞ വാക്ക് പറയാൻ കഴിയും? പ്രതിസന്ധി ഉണ്ട്, പക്ഷെ എന്നും ഈ പ്രതിസന്ധി കാണില്ല. ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ട്. അടുത്ത പദം പറയുന്നു: പരിഹാരത്തിനൊരു സമയമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ: പ്രതിസന്ധിയുണ്ട്, പ്രതിസന്ധിക്ക് പരിഹാരമുണ്ട്, പരിഹാരത്തിന് സമയമുണ്ട്. സമയത്ത് പരിഹാരം വരുന്നിടം വരെ നിലനിർത്തുന്ന സമാധാനമുണ്ട്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കഴിയും? കരമടിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ: പ്രതിസന്ധികളുണ്ട്, പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്, പരിഹാരത്തിന് സമയമുണ്ട്. സമയത്ത് പരിഹാരം വരുന്നിടം വരെ നിലനിർത്തുന്ന സമാധാനമുണ്ട്. ഒരു 30 സെക്കൻഡ് കരമടിച്ച് അന്യഭാഷയിൽ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.